His lab report shows INR 5. എക്സാമിന് മാറി ചോദിക്കുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. അതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന്റെ ഒരു ഇന്നർ ലെയർ ഈ രീതിയിലായിരിക്കും കാണാൻ കഴിയുക. ട്രൈകസ്പിഡ് വാൽവ് അല്ലെ, കാരണം എന്താണ്, ഇതിന് 3 കസ്പ്, 1, 2, 3 അല്ലെ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു പ്രൊമട്രി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. നോക്കിയാൽ 50-year-old male patient underwent mechanical mitral valve replacement 10 days ago. He is on warfarin therapy for anticoagulation. His lab report shows INR 5. He has no active bleeding but reports minor gum bleeding while brushing. What is the most appropriate nursing action? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കി. അതായത് ഒരു 58-year-old മെയിൽ പേഷ്യൻ്റ് ആണ്. പുള്ളി അണ്ടർഗോ ചെയ്ത സർജറി ഏതാണ്? മെക്കാനിക്കൽ മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ് അല്ലേ. നോക്കിയാൽ മെക്കാനിക്കൽ മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ് 10 days ago അല്ലേ. അതിനുശേഷം നമ്മൾ സാധാരണ ഇവിടെ എന്താ, ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ വാൽവ് ആണ് നമ്മൾ വെക്കുക. സോ അതിനുശേഷം നമ്മൾ ആന്റി കൊയാഗുലേഷൻ കൊടുക്കാറുണ്ടല്ലേ. സോ ഈ വാർഫാരിൻ തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേഷ്യന്റ് എന്താണ്, ഓൺ വാർഫാരിൻ തെറാപ്പിയാണ്. പേഷ്യന്റ് വാർഫാരിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ആന്റികോയാഗുലേഷന് വേണ്ടി. ലാബ് റിപ്പോർട്ട് ഷോസ് INR 5 കേട്ടോ. ഇവിടെ INR നമുക്ക് അറിയാല്ലേ, എന്താ, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ആണ്. ഈ കൊയാഗുലേഷന്റെ ചാൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലാബ് വാല്യൂ ആണ് INR എന്ന് പറയുക. സോ ഇവിടെ 5 ആണ്. He has no active bleeding but reports minor gum bleeding while brushing. പേഷ്യന്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മൈനർ ആയിട്ടുള്ള ഗം ബ്ലീഡിങ് പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നഴ്സിംഗ് ആക്ഷൻ? നോക്കാവേ. ഓപ്ഷൻ എ, continue warfarin as prescribed. Option B, administer the next dose of warfarin with food. Option C, hold the next dose and notify the physician immediately. Option D, encourage the patient to increase green leafy vegetables. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അനിമേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഹാർട്ട് നമ്മൾ അതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന്റെ ഒരു ഇന്നർ ലെയർ ഈ രീതിയിലായിരിക്കും കാണാൻ കഴിയുക. ഇതിന്റെ വാൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിരുന്നല്ലേ. അതായത് നമുക്ക് എസ്പെഷ്യലി 2 സെമി ലൂണാർ വാൽവ്സ് അല്ലെ, 2 സെമി ലൂണാർ വാൽവ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ട്രൈകസ്പിഡ് വാൽവ് അല്ലേ, നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് ആണ്. കാരണം അതിന് 3 കസ്പ് വരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ബൈകസ്പിഡ് വാൽവ് അല്ലെ, അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുന്ന നമ്മുടെ വാൽവ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യന്റിന് എന്തായിരുന്നു, പേഷ്യന്റിന് മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ് ആയിരുന്നു കഴിഞ്ഞിരുന്നത് അല്ലെ. നോക്കിയേ. സോ ഇതാണ് നമ്മുടെ എന്താണ്, ഇതാണ് നമ്മുടെ മിട്രൽ വാൽവ്. ഇതിന്റെ വ്യൂസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് ബൈകസ്പിഡ് വാൽവ് എന്നാ പറയുക അല്ലെ. കാരണം നോക്കിയേ, ഇതിന് 2 കസ്പാണ് കേട്ടോ, 2 കസ്പാണ് വരിക. അതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക, ഇതിന് നമ്മൾ ബൈകസ്പിഡ് വാൽവ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ഇത് ബൈകസ്പിഡ് വാൽവ് ആണ്. അതുപോലെ സിമിലർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് അല്ലെ. കാരണം എന്താണ്, ഇതിന് 3 കസ്പ്, 1, 2, 3 അല്ലെ, 3 കസ്പ് വരുന്നത് കൊണ്ട് ഇതിന് നമ്മൾ ട്രൈകസ്പിഡ് വാൽവ് എന്നാണ് പറയുക. നമ്മുടെ ഇപ്പോഴത്തെ പേഷ്യന്റ് എന്തായിരുന്നു കണ്ടീഷന്, മിട്രൽ വാൽവ് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എന്തായിരുന്നു, ഒരു മെക്കാനിക്കൽ വാൽവ് ആണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു പേഷ്യന്റിന് മിട്രൽ വാൽവിന്റെ റീപ്ലേസ്മെന്റ് കഴിഞ്ഞു. INR 5 ആണല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ 1-2 കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സോ യൂഷ്വലി ഈ വാൽവ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ INR-ന് നമ്മളൊരു റേഞ്ച് പറയാറുണ്ട്. അത് യൂഷ്വലി ഒരു 2.5 to 3.5 കേട്ടോ. അതായത് പ്രത്യേകിച്ച് മെക്കാനിക്കൽ വാൽവ് ഒക്കെ റീപ്ലേസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്ന INR ലെവൽ എന്ന് പറഞ്ഞാൽ 2.5 to 3.5 ആണ്. എസ്പെഷ്യലി പേഷ്യന്റ് ആന്റി കൊയാഗുലേഷനിലാണെങ്കിൽ നമ്മൾ പീരിയോഡിക് ആയിട്ട് ഈ INR വാല്യൂസ് ചെക്ക് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ INR ഇൻക്രീസ് ചെയ്യുന്നിടത്തോളം പേഷ്യന്റിന് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പേഷ്യന്റ് INR കൂടുമ്പോൾ പേഷ്യന്റിന് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമുക്ക് ഇവിടെ ഒരു ഹിന്റ് കിട്ടുന്നുണ്ടല്ലേ. പേഷ്യന്റിന് ഒരു മൈനർ ഗം ബ്ലീഡിങ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നമുക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞല്ലേ. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ വാർഫാരിന്റെ ആന്റിഡോട്ട് എന്താണ്. അതായത് സപ്പോസ് പേഷ്യന്റ് വാർഫാരിൻ ടോക്സിസിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആന്റിഡോട്ട് എന്താണ്, അതിന്റെ ആന്റിഡോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ K ആണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എക്സാമിന് മാറി ചോദിക്കുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യം മനസ്സിലായി. INR വാല്യൂ കൂടുതലാണ്. തെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2.5 to 3.5 ആണ് ആഫ്റ്റർ മെക്കാനിക്കൽ
വാൽവ് ആഫ്റ്റർ മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ്, കൂടാതെ ഈ വാർഫാറിന്റെ ആന്റിഡോട്ട് എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാകും INR കൂടുതലാണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പേഷ്യന്റ് ഇസ് ഗോയിങ് ടു ഹാവ് ബ്ലീഡിങ്. അതിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക നോക്കിക്കേ. ഓപ്ഷൻ സി നോക്കിക്കേ, ഹോൾഡ് ദ നെക്സ്റ്റ് ഡോസ് ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഡോസ് എത്രയും പെട്ടെന്ന് ഹോൾഡ് ചെയ്യുക, നെക്സ്റ്റ് ഡോസ് നമ്മൾ ഹോൾഡ് ചെയ്യുക, കൂടാതെ നമ്മൾ ഫിസിഷ്യനെ ഇന്റിമേറ്റ് ചെയ്യുക. കാരണം എന്താണ്, പേഷ്യന്റിന് ഈ ഡ്രഗ് ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നെക്സ്റ്റ് ഡോസ് ഹോൾഡ് ചെയ്യുകയും അതിനുശേഷം ഫിസിഷ്യനെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യേണ്ടതിന്റെയും ആവശ്യകത വരിക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ പ്രോമെട്രിക്ക് പിയേഴ്സൺ വ്യൂ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ ഇതിന്റെ ക്ലാസ് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ എല്ലാ സ്വപ്നം പൂവണിയിട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.